ഇന്നത്തെ വിവാദ പുരുഷനാണ് സഞ്ചാർ സാത്തി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ടെലികോം ഡിപ്പാർട്ട്മെന്റ് നമ്മളെ ഫോണുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും, അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ ഒരു ജെന്യൂൻ ഫോണാണോ അതോ വല്ല മോഷ്ടിക്കപ്പെട്ട ഫോണാണോ എന്ന് കണ്ടുപിടിക്കാനും, പിന്നെ ഫേക്ക് കോളുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനൊക്കെ വേണ്ടി അവർ നിർമ്മിച്ച ഒരു ആപ്ലിക്കേഷനാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഇതിനെ ഏറ്റവും കൂടുതൽ വിവാദത്തിലാക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈവസിയാണ്. ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മളെ കോൾ ലോഗ്സിൻ്റെയും SMS ഒക്കെ പെർമിഷൻസ് ചോദിക്കുന്നതായിരിക്കും. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അക്കൗണ്ട് അവർ സെറ്റപ്പ് ആക്കി റെഡിയാക്കി തരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് സെറ്റിംഗ്സ് പോയിട്ട് അത് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് അത് അൺഇൻസ്റ്റാൾ കളയാനും സാധിക്കും. എന്നാൽ ഈ സാധനം ഇനി മുതൽ വരുന്ന എല്ലാ ഫോണുകളിലും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുമെന്നും അതിനുശേഷം ഈ സാധനം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ പെർമിഷൻസ് ഒക്കെ നിർബന്ധമായിട്ടും കൊടുക്കണമെന്നാണ് ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ ഇവിടുത്തെ യൂണിയൻ മിനിസ്റ്റർ പറയുന്നത് വേറൊരു കാര്യമാണ്. कोई मैंडेटरी नहीं है. आप अगर रजिस्टर नहीं करना चाहते हो, मतलब कि उदाहरण के तौर पे इस ऐप का उपयोग नहीं करना चाहते हो, तो रजिस्टर मत करो, वो डोरमेंट रहेगा. डिलीट करना है तो डिलीट कर लो. ഈ പുള്ളി പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പുള്ളി പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് മാൻഡറ്ററി അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. ഇനി ഇതിൽ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മൊബൈൽ മാനുഫാക്ചേഴ്സ് എന്ത് പറയും എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ കറൻറ്റ്ലി ആപ്പിൾ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന്. ബാക്കിയുള്ള മാനുഫാക്ചേഴ്സ് എന്ത് പറയും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം.